ലോങ് വീഡിയോ ആണ്. അപ്പം അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം, എൻ്റെ പേര് ഹാഷ്ന. ഈ ചാനൽ നമ്മൾ ക്രാഫ്റ്റൊക്കെയാണ് ഇടുന്നത്. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഇപ്പം നമ്മൾ ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ക്രോഷേഡൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ അല്ലേ. അപ്പം ഇപ്പോൾ എന്തായാലും 2026 ആവാൻ പോകണം, 2025 കഴിയാൻ പോകണം. അപ്പം എന്തായാലും കുറച്ച് ആൾക്കാർ റെസൊല്യൂഷൻസൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരായിരിക്കും. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാൻ ഒരു 13 കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്കും പ്രയോജനപ്പെടുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ വലിയ വീഡിയോ ഇടുന്നത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. എനിക്ക് ഇങ്ങനെ ലോങ് വീഡിയോ സംസാരിച്ചധികം ശീലമില്ല. പിന്നെ എനിക്കൊരു ചാനലുണ്ടായിരുന്നു, SK വ്ളോഗ്. അത് ഫാമിലി കപ്പിൾ വീഡിയോസൊക്കെ ഇടുന്ന ചാനലാണ്. അപ്പം അതും എൻ്റർടൈൻമെൻറ്റ് ഫണ്ണി വീഡിയോ, കോമഡി വീഡിയോ ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പം ഞാൻ 2026 മുന്നേ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്. അപ്പം ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ ഡീപ്പ് ക്ലീനിങ്. അപ്പം വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ശ്രമിക്കുക. വൃത്തിയോടെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടും. അതുകൊണ്ടാണ് ഡീപ്പ് ക്ലീനിങ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ഹെൽത്ത് കെയർ. കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക, വലിച്ചു വാരി തിന്നാതിരിക്കുക, കുറേ എണ്ണമയം തിന്നാതിരിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പം ഹെൽത്ത് നന്നായിട്ട് നോക്കുക. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും മുന്നോട്ട് നല്ലപോലെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഹെൽത്ത് കെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനാണെങ്കിൽ വലിച്ചു വാരി തിന്നുമെന്ന് വെച്ചാൽ ഞാൻ കാണുന്നതൊക്കെ തിന്നും, പക്ഷേ എനിക്കിഷ്ടമില്ലാത്ത ഞാൻ കഴിക്കത്തില്ല. പക്ഷേ എന്നാലും എണ്ണയാണെങ്കിലും ഞാൻ ഇടയ്ക്ക് കഴിക്കും. അപ്പം എണ്ണയൊക്കെ കുറയ്ക്കണമെന്നൊക്കെ ഉണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ. അപ്പം ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മറ്റേ ചാനൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത്. അത് അവിടെ കൊണ്ട് നിർത്തി. പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനി തൊട്ട് സ്കിൻ കെയർ ചെയ്യണമെന്നുണ്ട്, ഹെയർ കെയറും ചെയ്യണമെന്നുണ്ട്. കാര്യം മുടി നല്ലപോലെ കൊഴിയാൻ തുടങ്ങി. അതുകൊണ്ട് സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്യണമെന്നുണ്ട്. അപ്പം സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി ഈ എല്ലാം നമ്മൾ മേക്കപ്പ് ഇടണമെന്നല്ല സ്കിൻ കെയറിൻ്റെ അർത്ഥം. നല്ലൊരു ക്ലെൻസർ വേണം, നല്ലൊരു മോയ്സ്ചറൈസർ വേണം, നല്ലൊരു സൺസ്ക്രീൻ വേണം. ഇത് ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്നത് ഏതാണോ അത് മേടിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. വേണമെന്നുള്ളത് ഞാൻ ഇതുവരെ അങ്ങനെ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ഞാൻ ഇടയ്ക്ക് കൺസിസ്റ്റൻ്റായിട്ട് എടുത്തില്ല. ഇനി തൊട്ട് കൺസിസ്റ്റൻ്റായിട്ട് സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്യണമെന്നുണ്ട്. പിന്നെ ഉള്ളത് അവോയ്ഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ്. അത് ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അപ്പോൾ പറഞ്ഞായിരുന്നു ഡീക്ലട്ടർ, സോഷ്യൽ ഡീക്ലട്ടർ. അപ്പം അതെനിക്ക് ഇൻഫ്ലുവൻസായി. എൻ്റെ ജീവിതത്തിലും അത് ഉൾപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. കാര്യം നമുക്ക് നെഗറ്റീവ് തരുന്ന ആൾക്കാരെ അങ്ങ് ഒഴിവാക്കുക. നമുക്ക് പോസിറ്റീവ് തരുന്നവർ മാത്രം നമ്മൾ ഇതാക്കിയിട്ട് നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് തരുന്ന ആൾക്കാരെയൊക്കെ അങ്ങ് ഒഴിവാക്കുക. ആ ഒരു തോട്ട് ലൈഫിൽ എനിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ട്. ആ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. നമുക്ക് നെഗറ്റീവ് തരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കിയേക്കുക. ആ ഒരു തോട്ട് എനിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ട് ജീവിതത്തിൽ. പിന്നത്തെ കാര്യം വിഷൻ ബോർഡ് സെറ്റാക്കുക. സത്യമായിട്ട് ഞാൻ 2025 വിഷൻ ബോർഡ് സെറ്റാക്കി. പക്ഷെ ഞാൻ അതൊന്നും ചെയ്ത് കാണത്തില്ലായിരിക്കും. പക്ഷെ അതിലോട്ടൊന്ന് നോക്കിയപ്പം 3 കാര്യങ്ങളെങ്കിലും ഞാൻ ചെയ്തു, അച്ചീവ് ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പോൾ ഒരു വിഷൻ ബോർഡ് സെറ്റാക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. പക്ഷേ നമുക്ക് എടുത്താൽ പോകാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും വെക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് നടന്നില്ലെന്നും പറഞ്ഞ് നിരാശപ്പെടുന്നത്, അതിൻ്റെ പോസിറ്റീവ് സൈഡ് കണ്ടുപിടിക്കുക. ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരിത്. വിഷൻ ബോർഡ് സെറ്റാക്കുന്നത് അടിപൊളിയായിരിക്കും. എനിക്കത് ഞാൻ ആദ്യമായിട്ട് 2025 ചെയ്തത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ കാര്യം വിഷൻ ബോർഡ് സെറ്റാക്കുന്നത്. അപ്പം ഈ 2026 എനിക്ക് വിഷൻ ബോർഡ് സെറ്റാക്കണമെന്നുണ്ട്. പിന്നെ ഉള്ളത് പ്രെയർ. അത് ആവശ്യമുള്ളവർക്ക്, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, പ്രാർത്ഥിക്കാം. അപ്പം നമുക്ക് 5 നേരം നിസ്കരിക്കാനാണ്. അപ്പം അതെനിക്കൊരു റെഗുലറായിട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്. അപ്പം അതെനിക്ക് ചെയ്യണമെന്നുണ്ട്. പിന്നെ എനിക്ക് പ്രോപ്പർ സ്ലീപ്പിംഗ്, കറക്റ്റായിട്ട് ഉറങ്ങണമെന്നുണ്ട്. അത് ഹെൽത്ത് കെയറിൽ തന്നെ പെടുന്ന കാര്യമാണ്. ഞാൻ ഒന്നും കൂടെ ഇതാക്കിയതാണ്. കറക്റ്റ് സമയത്ത് കിടക്കുക, കറക്റ്റ് സമയത്ത് എണീക്കുക. ചിലപ്പം 11 മണിക്ക് കിടക്കാമെന്ന് വെച്ചാൽ ആ ടൈമിൽ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ
6 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങാൻ ശ്രമിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കും 2026 26 തുടങ്ങുന്നതിന് മുന്നേ. പിന്നെ പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കും. മടി പിടിച്ചിരിക്കാതെ എപ്പോഴും പ്രൊഡക്റ്റീവായിട്ടിരിക്കുമ്പോൾ ആ ദിവസം അങ്ങ് അടിപൊളിയാകുമെന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് കിട്ടിയൊരു പാഠമാണ്. പ്രൊഡക്റ്റീവായിട്ടിരിക്കുമ്പോൾ മടിയും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഭയങ്കര ഹാപ്പി മൈൻഡ്, പോസിറ്റീവ് മൈൻഡൊക്കെ ആയിരിക്കും. പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രൊഡക്റ്റീവ് ആകുമ്പോൾ തന്നെ മടി എങ്ങനെ മാറും? അതാണ് അടുത്ത പോയിന്റ്. മടി ഒഴിവാക്കുക. അവോയ്ഡ് ലേസിനെസ്. മടി അങ്ങ് ഒഴിവാക്കുക. നമ്മൾ പ്രൊഡക്റ്റീവ് ആയിരിക്കുമ്പോൾ തന്നെ ആ ഒരു പോയിന്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മടിയും കുറയും. മടിയും കുറയും. അപ്പം പക്ഷെ അഥവാ എങ്ങാനും മടി വരുവാണെങ്കിൽ അത് മാറ്റണം. ലേസിനെസ് അവോയ്ഡ് ചെയ്യുക, മടി കളയുക. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ കീപ് കൺസിസ്റ്റൻസി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ട സാധനമാണ് കൺസിസ്റ്റൻസി. ഇതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാലും ഒറ്റ ദിവസം ചെയ്തിട്ട് കാര്യമില്ല, ഒറ്റ ദിവസം പ്രൊഡക്റ്റീവായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇനിയുള്ള ലൈഫ് അങ്ങ് പ്രൊഡക്റ്റീവായിട്ടിരിക്കുക, ഈ ഇത്രയും പറഞ്ഞ പോയിൻ്റൊക്കെ ചെയ്യുക. അപ്പോൾ അതിനൊരു സംഭവം വേണം, കൺസിസ്റ്റൻസി. അതൊരു മൈൻഡ് വേണം. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത് മനസ്സിൽ വേണം, കൺസിസ്റ്റൻ്റായിട്ട് ഇരിക്കണമെന്നുള്ളൊരിത് വേണം. അപ്പം അതെനിക്ക് ഇല്ലാത്ത സാധനമാണ്, അതെനിക്ക് ഉണ്ടാക്കിയെടുക്കണം കൺസിസ്റ്റൻ്റായിട്ടിരിക്കാൻ. കാര്യം ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ വീഡിയോ ഇടുന്നില്ല. പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. എന്നാലും എനിക്ക് ഇടയ്ക്ക് 1 ആഴ്ച 2 ആഴ്ചത്തെ ആ ഒരു ഇതേ ഉള്ളു, മനസ്സിലായോ? അപ്പം കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ തന്നെ ഒന്ന് ബിൽഡപ്പ് ചെയ്യാനാണ്, നമ്മളെ തന്നെ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റെസൊല്യൂഷൻസും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മളെ ഒന്ന് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ലേണിങ് സംതിങ് ഡിഫറെൻറ്റ്. ഇപ്പം നമുക്ക് കുറച്ച് കഴിവുകളൊക്കെ കാണും. ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും, ചിലർക്ക് എഴുതാനായിരിക്കും, പിന്നെ ചിലർക്ക് ക്രാഫ്റ്റ് ചെയ്യാനായിരിക്കും, ചിലർക്ക് വരക്കാനായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അറിയാത്ത കാര്യം പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം എനിക്ക് വരയ്ക്കാനറിയാം, മീൻസ് നന്നായിട്ട് വരയ്ക്കാനറിയാമെന്നല്ല, വരയ്ക്കാനറിയാം. വാട്ടർ കളറ്, പെയിൻറ്റിങ് അതൊക്കെ കുറച്ചുകൂടെ പഠിക്കണമെന്നുണ്ട്. പിന്നെ ക്രോഷ്യ അതിപ്പോൾ തുടങ്ങി ഞാൻ പഠിക്കണമെന്നുണ്ട്. പിന്നെന്തുവാ മറ്റേ ക്വില്ലിങ് ആർട്ടില്ലേ, അത് പഠിക്കണമെന്നുണ്ട്. കുറേ മേഖലകളുണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. അപ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അത് നല്ല കാര്യമാണ്. എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കുക. ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഭാഷ പഠിക്കാനായിരിക്കും, വേറെ എന്തെങ്കിലും കഴിവുകൾ പഠിക്കാനായിരിക്കും. എനിക്കിപ്പം പാട്ട് പാടാൻ അറിയത്തില്ല, അപ്പോൾ പാട്ട് പാടാൻ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സൗണ്ട് കൊള്ളാത്തതുകൊണ്ടാണ് പഠിക്കാത്തത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് പാടി സൗണ്ട് അങ്ങ് ഫ്ലുവൻ്റായിട്ട് വരുമെന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനൊരു കൺസിസ്റ്റൻസി വേണം. പഠിക്കണമെന്നുണ്ടെങ്കിലും ഒരു കൺസിസ്റ്റൻസി വേണം. അപ്പം ആ കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്താലേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത പോയിന്റ്, ബി പോസിറ്റീവ്. എപ്പോഴും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. എല്ലാ നെഗറ്റീവ് മൈൻഡ് മാറ്റിയിട്ട് പോസിറ്റീവ് ആകാൻ ശ്രമിക്കുക. എന്തുണ്ടെങ്കിലും അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ കണ്ടെത്താൻ നോക്കുക. എന്നിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കുക. അതൊരു പോയിൻ്റാണ് കേട്ടോ. എടുത്ത് ചാടി തീരുമാനമെടുക്കാതെ നല്ല പോലെ ആലോചിച്ച് തീരുമാനമെടുക്കുക. ആലോചിച്ച് തീരുമാനമെടുത്താൽ ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റും. നമ്മളതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒന്ന് ആലോചിച്ച് നോക്കുക തീരുമാനമെടുക്കുമ്പോൾ. എന്നിട്ടൊരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് ഏതാ ഉചിതമായിട്ട് തോന്നാത്തൊരു തീരുമാനം. ആരെയും ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക. നമ്മളൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഒരാളോട് ചോദിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ച് നമ്മുടെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിലല്ല, വേറെ കാര്യവുമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പം മറ്റൊരാളോട് അഭിപ്രായം ചോദിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലാസ്റ്റത്തെ പോയിന്റ്, ഡോണ്ട് ട്രസ്റ്റ് എവ്രിവൺ. എല്ലാവരെയും വിശ്വസിക്കരുത്. അത് മിക്കവർക്കും അത് ഇതായിട്ടുള്ളതായിരിക്കും. എല്ലാവരെയും വിശ്വസിക്കരുത്, കണ്ണടച്ച് വിശ്വസിക്കരുത്. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എല്ലാവരുമായിട്ടും അങ്ങ് അടുത്ത് എല്ലാവരെയും സ്നേഹിച്ച് എന്നിട്ട് നമുക്ക് തന്നെ ലാസ്റ്റ് പണി കിട്ടും. അതിനെക്കാട്ടി നല്ലത്
ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അപ്പോൾ അവർ പോയാലും നമുക്ക് ഒരു ഭയങ്കര ഡിപ്രഷൻ മൂടല്ല, നമുക്കൊരു കുഴപ്പവും വരാത്ത രീതിയിൽ എല്ലാവരോടും നിൽക്കാൻ ശ്രമിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ 2026 മുന്നേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 2026 തുടങ്ങുമ്പം എനിക്കിതങ്ങ് ത്രൂ ഔട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ എന്തായാലും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യും. പിന്നെ ഒരു 100 days ചാലഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്, അത് ഷോർട്ട് വീഡിയോ ആയിട്ട് പറയാം കേട്ടോ. അപ്പം ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ക്രാഫ്റ്റ് വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കേ. അപ്പം ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.